ആ ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക. ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനത് നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് വിളിക്കാം. ആ മാഡം, സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, പേടിക്കേണ്ട, ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആ സാറേ, ഇല്ല സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, ബുദ്ധിമുട്ട് മനസ്സിലായി സാറേ, എത്രയും പെട്ടെന്ന് ശരിയാക്കാം. സർ, ചിൽസ് ബാക്കപ്പ് എടുത്തുകൊണ്ട് 2 മണിക്കൂറിനുള്ള ബ്രാഞ്ചസ്. 2 മണിക്കൂർ നിന്റെ വായിന്നൊന്ന് കേൾപ്പിക്കരുത്. നീ നിനക്ക് അറിയില്ല എൻ്റെ പഴയ സ്വഭാവം. ഇവിടെ നീ ഹാക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടല്ലേ ഈ കാശ് മുഴുവൻ മുടക്കിയിട്ട് താനീ പറഞ്ഞ സാധനം അവിടെ ഞാൻ വാങ്ങി വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ വന്ന് പറയുകയാണ് വീട്ടിൽ ഹാക്കിംഗ് ആയി, ഉള്ള ഡീറ്റെയിൽ എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന്. സാർ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിരുന്നു നമ്മൾ പബ്ലിക്കിൽ നിന്ന് മാറ്റി VPN ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ താൻ കാര്യം ചെയ്യും, ഈ കമ്പ്യൂട്ടർ എല്ലാം കൂടെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടിടും. എന്നിട്ട് നാളെ മുതൽ കസ്റ്റമേഴ്സിന് പേപ്പറിൽ എഴുതി റെസിപ്റ്റ് കൊടുക്കാം. അയ്യോ സാർ, നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് NBFC നടത്താൻ പറ്റില്ല. RBI റൂളാണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഹാക്ക് ചെയ്തവനെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്ന് തന്റെ കസേരയിലോട്ട് ഇരുത്ത്. എന്നിട്ട് താൻ വല്ല കപ്പിലട്ടി കച്ചവടത്തിനും പോകും. അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് അറിയാമല്ലോ. സാർ, ഞാനൊരു ഡൗട്ട് പറഞ്ഞാൽ ടെൻഷൻ ആവരുത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെക്യൂരിറ്റി വീക്ക് ആയതുകൊണ്ട് ഏതോ പിള്ളേർ കയറി കളിക്കുന്നതെന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരോ പ്രൊഫഷണൽ ഹാക്കേഴ്സിനെ ഇറക്കി കളിക്കുന്നതാണെന്ന്. ഹാക്കിംഗ് തടയിൽ അവിടെ നിൽക്കട്ടെ, ഇതാരാ ചെയ്തതെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് അറിയണം അതാരാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഹായ്, ചെയർമാൻ്റെ ക്യാബിൻ. ആ കാണുന്നത്. എക്സ്ക്യൂസ് മീ. വാ വാ, ഇത് സിമി. ഹലോ സർ. സിമി ഇരിക്കുക. സിമി ഒരു എത്തിക്കൽ ഹാക്കറാണ്. ആ, എവിടെയാണ് സിമിൻ്റെ നാട്? എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, പെരുമ്പള്ളിശ്ശേരി. ആ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് വീട്ടിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഹാക്കറെ പിടിക്കാൻ സിമിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സിമി കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളനാണ് അവൻ. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം സർ. ട്രൈ ചെയ്താൽ പോരാ, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. എനിക്ക് ഇവിടുത്തെ സെർവർ ഒന്ന് കാണാൻ പറ്റുമോ? ഈ സെർവർ റൂം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഹാക്കിംഗ് കഴിഞ്ഞപ്പോൾ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ആ, ഇതെന്തോ? ഇത് എൻ്റർ തലാണ്. എൻ്റർ മാത്രം അടിക്കണമെങ്കിൽ ഇത് അടിച്ചാൽ മതി. ചെയർമാൻ്റെ മോളിൽ കണ്ടുപിടുത്താണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കീബോർഡ് ഇല്ലേ? ആ, താങ്ക് യു. കാണിച്ച്. വിനോദ, ഒന്ന് മോനെ നോക്കിയോളൂ.
എടാ നീ പരിപാടി നിർത്തിക്കോട്ടാ, ഡേഞ്ചറാണ്. അത് ഹണി പോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടാ. അത് അവരുടെ IP-യിലേ ഒരു ഫേക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കയറിയത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓലപ്പാമ്പ് കാട്ടിയതാണ് അവന്മാർ. ഓലപ്പമാണെങ്കിലടാ അവർക്ക് കാതൽ എന്നുള്ള പേര് മനസ്സിലായത്. അതവർ VPN പ്രൊഫൈൽ നെയിം നോക്കി മനസ്സിലാക്കിയല്ലേ. എടാ നീ പയ്യനാണ്, നീ കളിക്കേണ്ടത് ഒരു കമ്പനിയോട് കേട്ടാ. അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അതിനവർക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇപ്പം അവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഇരിക്കെ. എന്തായി, അവൻ എഴുത്തുകാരനാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? സാറേ, ഞാൻ അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്തായാലും അവൻ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ആളാണെന്ന് ഉറപ്പാണ്. മിക്കവാറും സൗത്ത് ഇന്ത്യൻ. കാരണം അവൻ ഈ ഹാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേര് കാതലൻ എന്നാണ്. കാതലനോ? ചിരിച്ചിരിക്കടാ. എന്തായാലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കളിക്കുന്ന കളിയാണെന്ന് ഉറപ്പായി. ഇല്ല പ്രവീൺ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ അറിയാൻ കൂടി ഇല്ല. അവരെപ്പോഴേ നമ്മുടെ ഡേറ്റ എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 തവണ ഹാക്ക് ചെയ്തപ്പോഴും നമ്മുടെ ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവന് നമ്മുടെ ഡേറ്റ വേണ്ട, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതിനാണ് ഹാക്ക് ചെയ്യുന്നത്. ആദ്യം ചിലപ്പോൾ അവൻ തമാശയ്ക്ക് ഹാക്ക് ചെയ്തതായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ അവന് ചിലപ്പോൾ വാശി കൂടി കാണും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്ത ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് അവനെങ്ങനെ ആക്സസ് ചെയ്തു എന്നുള്ളതാണ്. അത് ആക്സസ് ചെയ്യാതെ എന്തായാലും ഹാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അവൻ നമ്മളറിയാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ജിൽസേ, നമ്മുടെ CCTV റെക്കോർഡ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അയാൾ ഓഫീസിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ CCTV ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ അവൻ എങ്ങനെ കയറി, എന്ന് കയറി എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് ഈ ഹെഡ് ഓഫീസ് മാത്രമല്ലല്ലോ ഉള്ളത്. അവൻ ഏതെങ്കിലും ബ്രാഞ്ചിൽ കയറിയാലും മതി. അത് മാത്രമല്ല, അവൻ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാതിരിക്കാൻ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമർ ആയിട്ടോ ഇനി ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ ആയിട്ടോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റാഫിനെ അവൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോയെന്ന്. നമ്മുടെ ഈ ബ്രാഞ്ചുകളിലെ സിസ്റ്റംസ് ഒക്കെ ആരാ സർവീസ് ചെയ്യുന്നത്? അല്ല, ആദ്യം അവർ അടുത്തുള്ള ആരെയും വിളിച്ച് സർവീസ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചാൽ ഇവിടുന്ന് ആൾ വിടും. അതല്ലാതെ വേറൊരാളെ കമ്പ്യൂട്ടർ തൊടാൻ സാധ്യതയില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ CCTV ചെക്കിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം. സൺഡേ 1 മണിക്കൂർ ജിൽസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സാറേ, സൺഡേ എന്താ നിനക്ക് പറ്റില്ലേ? മതി, എനിക്ക് നിങ്ങളുടെ തിയറി ഒന്നും കേൾക്കണ്ട. ഈ കാതലെന്ന് പറഞ്ഞവനെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. ബാക്കി ഞാൻ ചെയ്തോളാം. എന്താണ് അത് സിമിയെ കൊണ്ട് പറ്റുമോ? നമുക്ക് പിടിക്കാം സാറേ. എന്തായാലും നമ്മൾ അവനെ പിടിച്ചിരിക്കും.